ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ അഥവാ ജാഗ്, ഇങ്ങനൊരു പൊസിഷൻ നമ്മുടെ ഇന്ത്യൻ ആർമിയിലുണ്ട്. ഇതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എന്ത് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്, ഇതിൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്തായിരിക്കും, എന്താണ് നമ്മുടെ ഒരു പൊസിഷനൊക്കെ, ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഡിഫൻസ് സർവീസിലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നവർ 12ാം ക്ലാസ്സിൽ തന്നെ ഈ NDAയുടെ റൂട്ട് എടുത്തിട്ടാണ് കുട്ടികൾ പോകാറുള്ളത്. ഇനി നമുക്ക് NDA ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഡിഗ്രിക്ക് ശേഷവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കയറാൻ പറ്റുന്ന പല വഴികളും ഉണ്ട്. ഇപ്പോൾ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് അല്ലെങ്കിൽ AF-CAT, ഇങ്ങനെ പല വഴികൾ. അതുപോലെ മറ്റൊരു വഴിയാണ് ഈ ജാഗ് എന്ന് പറയുന്നത്, ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. ഈ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ എന്ന വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണെന്ന്. യെസ്, അത് ലോയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ആർമിയിലാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുക. ഇതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് LLB ആയിരിക്കണം. അത് ഒന്നുകിൽ 12ാം ക്ലാസ്സിന് ശേഷം നമ്മൾ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാം പഠിക്കണം, അല്ലെങ്കിൽ 3 വർഷം മറ്റെന്തെങ്കിലും ഡിഗ്രി പഠിച്ചിട്ട് അടുത്ത പിന്നീട് ഒരു 3 വർഷം LLB കോഴ്സിനായിട്ട് നമ്മൾ പോവില്ലേ, അങ്ങനെ ചെയ്തവർക്കും ഇത് എലിജിബിൾ ആവും. ഇനി ഈ ആൾക്കാർക്ക് അടുത്ത് ചെയ്യേണ്ട കടമ്പ എന്ന് പറയുന്നത് അവർ ക്ലാറ്റിൻ്റെ PG എക്സാം, അതിൻ്റെ ഒരു സ്കോർ ആവശ്യമുണ്ട്. അപ്പോൾ ക്ലാറ്റ് PG, ക്ലാറ്റ് UG നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ ക്ലാറ്റ് PG ഉണ്ട്. അത് ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ആ ക്ലാറ്റ് PGയുടെ സ്കോറും നമുക്ക് ഉണ്ടാവണം. ഈ സ്കോറും കൂടി വെച്ചിട്ടാണ് ഈ ജാഗ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ജാഗിന് ഫസ്റ്റ് റൗണ്ടിൽ ഒരു റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. പക്ഷേ നിങ്ങൾ NDAയുടെ കാര്യം, CDSൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കുക. അവിടെ എല്ലാം നമ്മൾ ആദ്യം ഒരു റിട്ടൺ എക്സാം എഴുതാനുണ്ട്. ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത SSBയിലേക്കുള്ളൊരു പ്രവേശനം കിട്ടുക. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ ക്ലാറ്റ് PG സ്കോറാണ് നോക്കുന്നത്. അതിനെ വെച്ചിട്ട് നമ്മുടെ മെറിറ്റ്, ബാക്കിയെല്ലാ കുറേ വിവരങ്ങൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴത്തേനും കൊടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് അവരൊരു മെറിറ്റ് ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ SSBയുടെ ഇൻ്റർവ്യൂ ആണ്. SSB ഒരു 5 ദിവസം ലോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അത് വേറെ തന്നെ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് SSB ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ. ഈ SSB എന്ന് പറയുന്നത് ജാഗിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യൻ ഡിഫൻസിലേക്ക് കയറുന്ന പല പൊസിഷനുകൾക്കും നമ്മൾ ഈ SSBയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഈ SSB ഒരു എഴുത്ത് പരീക്ഷയൊന്നുമല്ല, ഒരു 5 day ലോങ് ഇൻ്റർവ്യൂ ടു അണ്ടർസ്റ്റാൻഡ് അവർ ലീഡർഷിപ്പ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, നമ്മുടെ ഇമോഷണൽ എബിലിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ SSB നമ്മൾ ക്ലിയർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ട്രെയിനിങ്ങിലേക്ക് കടക്കാൻ പറ്റുക. പിന്നെ നിങ്ങൾ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, OTA എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടില്ലേ? ഇപ്പോൾ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ ഏകദേശം 49 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ്ങിലൂടെയാണ് നിങ്ങൾ പോവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മൾ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ആണല്ലോ, അപ്പോൾ നമ്മൾ തോക്കെടുക്കേണ്ടി വരുമോ, നമ്മൾ യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിനെല്ലാത്തിനും നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കും കേട്ടോ. ഒരു പക്ക ട്രെയിനിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം വരും. ഹൗവർ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ലെഫ്റ്റനൻറ്റ് പൊസിഷനിലാണ് തുടങ്ങുക. അപ്പോൾ ഈ പൊസിഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഇതിൽ നമ്മൾ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യേണ്ടി വരും. അവിടെ ഒരു ഇനിഷ്യൽ സാധനം നിങ്ങൾ അഡ്വക്കേറ്റ് എന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? നമ്മൾ ചിലപ്പോൾ ഈ ലീഗൽ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ലീഗൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഇതിലുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. പിന്നെ പ്രോസിക്യൂഷനും ഡിഫൻസും, ഇത് രണ്ടും നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ, അതായത് പല സെക്ടറുകളിലൂടെ, അതും ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു പൊസിഷനാണ് ഇത്. ഇതിൽ നമ്മൾ ഇനിഷ്യൽ സർവീസ് എന്ന് പറയുന്നത് 10 years ആണ്. ഒരു 10 years കഴിയുമ്പോഴത്തേനും നമുക്ക് മതിയായി, ഇനി അങ്ങോട്ട് തുടരണമെന്ന് താല്പര്യമില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പുറത്ത് പോരാം. ഇനി അല്ല നമുക്ക് പുറത്ത് പോകണ്ട, നമുക്ക് ഇനിയും തുടരണമെങ്കിൽ അവർക്കും കൂടെ തോന്നണം കേട്ടോ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. ഇത് രണ്ടും കൂടി ചേരുകയാണ് എങ്കിൽ നമുക്കൊരു 4 വർഷം കൂടി സർവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ നമ്മൾ കല്യാണം കഴിച്ചിരിക്കാൻ പാടില്ല എന്നൊരു റൂൾ കൂടി ഇതിനകത്തുണ്ട്. ജെൻഡർ ബയസ് ഒന്നുമില്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പോസിബിൾ ആണ്. നമ്മൾ ഈ LLB കോഴ്സൊക്കെ എടുത്തിട്ട് അടുത്തെന്താ ഓപ്ഷൻ, ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലൂടെയായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓപ്ഷനായിട്ടുണ്ട്. ലീഗൽ ട്രാൻസ്ക്രിപ്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഈ ജാഗ് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ ഒത്തിരി കമൻസിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്നുള്ളത്. അപ്പോൾ ലോയുടെ ഫീൽഡിലേക്ക് പഠിക്കാൻ ഇറങ്ങുന്ന കുട്ടികൾ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ ഇതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക.
അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് നിങ്ങളുടെ പാത്ത് വേ കാര്യങ്ങൾ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് പോവുകയാണ് എങ്കിൽ ഇത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വർഷത്തിൽ സാധാരണഗതിയിൽ 2 പ്രാവശ്യമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. ഒരുപാട് സീറ്റുകളൊന്നും ഉണ്ടാവാറില്ല, 10ൽ താഴെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ലെഫ്റ്റനൻറ്റ് പൊസിഷനിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവമാണിത്. അപ്പോൾ 10ൽ താഴെ സീറ്റേ ഉള്ളൂ. അതിനകത്ത് ബോയ്സും ഉണ്ടാവും ഗേൾസും ഉണ്ടാവും. ഓരോ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനകത്തും അത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും എത്ര പേർക്കാണ് സെലക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ നമ്പർ കേട്ട ഉടനെ ഇതുവരെ കേട്ടോണ്ടിരുന്ന സുഖമെല്ലാം പോയി എന്നാരും വിചാരിക്കരുത്. ഞാൻ പലപ്പോഴും ഈ നമ്പറുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് കോമ്പറ്റേറ്റീവ് ആണെന്നും അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ നമ്മൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യണം എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കരിയർ ഗൈഡൻസിൻ്റെ സമയത്ത് തന്നെ എനിക്ക് ഡിഫൻസിൽ പോകണം എന്ന ആഗ്രഹം പറഞ്ഞ് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ഈ NDAക്ക് വേണ്ടിയിട്ടൊന്നും പ്രിപ്പയർഡ് അല്ല. 12ാം ക്ലാസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് NDA ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിരിക്കും. കാരണം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂംഡ് അല്ല, അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ ഇപ്പം മുതലേ നിങ്ങൾ ഇതിപ്പോൾ എന്നിൽ നിന്നെങ്കിലും നിങ്ങൾ കേട്ടില്ലേ, ഇപ്പം നിങ്ങളൊരു 10ാം ക്ലാസ് 11, 12 അല്ലെങ്കിൽ ലോ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയതാണ്, അല്ലെങ്കിൽ 12th നിന്ന് അടുത്തിട്ട് എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കുക ഇങ്ങനൊരു പാത്ത് വേ ഉണ്ടെന്ന്. പാത്ത് വേ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തൊട്ട് തുടങ്ങണം. ഇപ്പോൾ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 സീറ്റെങ്കിൽ 10 സീറ്റ്, അതിൽ 10 പേര് കയറണില്ലേ? ആ 10 പേർക്ക് കയറാൻ പറ്റുമെങ്കിൽ അതിലൊന്നായിട്ട്, അവർ മനുഷ്യർ തന്നെയല്ലേ, വേറെ വ്യത്യസ്ത ജീവികളൊന്നും അല്ലല്ലോ. അപ്പോൾ ആ 10 മനുഷ്യർക്ക് കയറാൻ പറ്റുമെങ്കിൽ അതുപോലെ നമുക്കും കയറാൻ പറ്റും. അവർ നമ്മളുണ്ടാവുന്ന വ്യത്യാസം എന്തായിരിക്കും? അവർ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അതായിരിക്കും ആ വ്യത്യാസം. ആ വ്യത്യാസം കൊടുക്കരുത്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നല്ല ബോൾഡായിട്ട് ഇതിനെ നിങ്ങൾ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാവുന്നതാണ്. സാലറി സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്കെയിലാണ് ഇതിനകത്ത് ഉള്ളത്. ഓരോ പൊസിഷനിലേക്ക് കയറി പോകുന്ന സമയത്ത്, അതായത് ഗ്രേഡ് ഡിഫറൻസ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വരും. നല്ല ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും. തുടക്കത്തിൽ തന്നെ ഈ പറയുന്ന ഏകദേശം 1 ലക്ഷം രൂപയോട് അടുത്ത് തന്നെ നമുക്ക് ശമ്പളം വാങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു പൊസിഷനാണിത്. ആഗ്രഹമുള്ളവർ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. കീപ് ഗോയിങ്. Happy learning!